ഫ്രാൻസിസ് മാർപ്പാപ്പ പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 12 വർഷം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധികാരിയായി ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 12 വർഷം പൂർത്തിയാകുന്നു. 2013 മാർച്ച് 13 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ പത്രോസിന്റെ പരമോന്നത സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1282 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് മാർപ്പാപ്പയായ വ്യക്തി, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായി മാർപ്പാപ്പയാകുന്ന വ്യക്തി, ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുമായാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് പരമാധ്യക്ഷനായി അവരോധിതനായത്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16 മാർപ്പാപ്പ 2013 ഫെബ്രുവരി 28 സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് കോൺക്ലേവ് നടന്നത്. 1936 ഡിസംബർ മാസം 17 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലാണ് ജോർജ് മാരിയോ ബെർഗോളിയോ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മാരിയോ ഹോസെ റെയിൽവേയിൽ അക്കൗണ്ടന്റും മാതാവ് റിജീന സിവോരി വീട്ടമ്മയുമായിരുന്നു. ഇറ്റലിയിൽ നിന്നും അർജന്റീനയിലേക്ക് കുടിയേറിയവരായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ മാതാപിതാക്കൾ. 4 സഹോദരങ്ങളും മാതാപിതാക്കളും അടങ്ങുന്ന വലിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രസതന്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ജോർജ് മാരിയോ 1958 മാർച്ച് 11 ജസ്യൂട്ട് സന്യാസ സഭയിൽ ചേർന്ന് വൈദികനാകാനുള്ള തൻ്റെ പഠനവും ആരംഭിച്ചു. ചിലിയിൽ നിന്നും മാനവിക വിഷയങ്ങളിലുള്ള പഠനം പൂർത്തീകരിച്ചു. 1963 അർജന്റീനയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം സാൻ മിഗുവേലിലെ സാൻ ജോസ് കോളേജിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദ പഠനവും പൂർത്തിയാക്കി. അടുത്ത 2 വർഷങ്ങൾ സാഹിത്യ പഠനത്തിനായി അദ്ദേഹം സമയം ചെലവഴിച്ചു. 1969 ഡിസംബർ 13 ആർച്ച് ബിഷപ്പ് റമോൺ ജോസ് കാസ്റ്റിലിനോയുടെ കരങ്ങളിൽ നിന്നുമാണ് ജോർജ് മാരിയോ ബെർഗോളിയോ തിരുപ്പട്ടം സ്വീകരിച്ചത്. വൈദികനായ ശേഷവും തൻ്റെ പഠനം തുടർന്ന അദ്ദേഹം 1970 പരിശീലനത്തിനും പഠനത്തിനുമായി സ്പെയിനിൽ എത്തിച്ചേർന്നു. 3 വർഷങ്ങൾക്ക് ശേഷം അർജന്റീനയിലേക്ക് മടങ്ങിയെത്തിയ ജോർജ് മാരിയോ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. നവസെമിനാരി വിദ്യാർത്ഥികളുടെ ചുമതല അദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരുന്നത്. 1973 ജൂലൈ 31 അർജന്റീനയിലെ ജസ്യൂട്ട് സന്യാസ സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യാളായി ജോർജ് ബെർഗോളിയോ തിരഞ്ഞെടുക്കപ്പെട്ടു. സാൻ മിഗ്വേലിലെ സാൻ ജോസ് കോളേജിൻ്റെ റെക്ടറായി പലവട്ടം തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പ്രദേശത്ത് തന്നെയുള്ള ദേവാലയത്തിലെ വൈദികനുമായിരുന്നു. 1986 മാർച്ചിൽ തൻ്റെ PhD പഠനം പൂർത്തിയാക്കുന്നതിനായി ജോർജ് മാരിയോ ജർമ്മനിയിലേക്ക് പോയി. പഠനം പൂർത്തീകരിച്ച് മടങ്ങിയ അദ്ദേഹം കോർഡോബ സിറ്റിയുടെ ആത്മീയ അധ്യക്ഷനായി സേവനം ചെയ്തു. ഇതേ സമയം സമീപത്തുള്ള ജസ്യൂട്ട് ദേവാലയത്തിൻ്റെ ചുമതലയും അദ്ദേഹം നിർവഹിച്ചിരുന്നു. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന അന്റോണിയോ കൊറാസിനോയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബെർഗോളിയെ ബിഷപ്പാക്കുവാൻ തീരുമാനിച്ചത് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയാണ്. 1992 മെയ് 20 ഫാദർ ജോർജ് ബെർഗോളിയെ ബിഷപ്പാക്കുന്നതിനുള്ള ഉത്തരവ് സഭ പുറപ്പെടുവിച്ചു. മെയ് 27 ബിഷപ്പായി അഭിഷിക്തനായ അദ്ദേഹത്തിന് ബ്യൂണസ് ഐറിസിൻ്റെ സഹായമെത്രാൻ, ഔക്ക രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളാണ് ലഭിച്ചത്. 1997 ജൂൺ 3 ജോർജ് ബെർഗോളി സഹായ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. 9 മാസങ്ങൾക്ക് ശേഷം തൻ്റെ മുൻഗാമിയായിരുന്ന കർദിനാൾ അന്റോണിയോ ക്വാറാസീനോ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറിസിൻ്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബെർഗോളി തെരഞ്ഞെടുക്കപ്പെട്ടു.
1998 ഫെബ്രുവരി 28 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ അദ്ദേഹം അർജന്റീനയിലെ കിഴക്കൻ സഭകളുടെ ആരാധനാ സമിതിയുടെ ചുമതലകളും നിർവഹിച്ചു വന്നു. നഗരത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത ശേഷം തനിയെ ഭക്ഷണം പാകം ചെയ്താണ് ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്നപ്പോൾ ജോർജ് ബെർഗോളി ജീവിച്ചിരുന്നത്. ഞാൻ നയിക്കുന്ന ജനങ്ങൾ പാവപ്പെട്ടവരാണ്. ആയതിനാൽ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നയിക്കുവാൻ ഞാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഇതാണ് തൻ്റെ എളിമയെ സൂചിപ്പിക്കുന്നതിനായി ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ. 2001 ഫെബ്രുവരി 21 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ് കർദിനാൾ പദവിയിലേക്ക് ജോർജ് ബെർഗോളിയെ ഉയർത്തിയത്. കർദിനാളായി തന്നെ വാഴിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷികളാകുവാൻ വിശ്വാസികൾ റോമിലേക്ക് വരുവാൻ ചെലവഴിക്കുന്ന തുക പാവപ്പെട്ടവർക്ക് നൽകുവാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം ഉത്തമ ഇടയൻ്റെ നല്ല മാതൃക തൻ്റെ അജഗണത്തിന് ഉപദേശിച്ചു നൽകി. കർദിനാളായ ശേഷവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ബെർഗോളി ബിഷപ്പുമാരുടെ സിനഡിൻ്റെ ജനറൽ റിലേറ്റർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ജോൺ പോൾ രണ്ടാമൻ്റെ നിര്യാണത്തെ തുടർന്ന് 2005 ചേർന്ന കോൺക്ലേവിൽ ജോർജ് ബെർഗോളിയും പങ്കെടുത്തിരുന്നു. 2013 ഫെബ്രുവരി 11 ബെനഡിക്ട് 16 സ്ഥാനത്യാഗം പ്രഖ്യാപിച്ചത്. തുടർന്ന് 2013 മാർച്ചിൽ നടന്ന കോൺക്ലേവിൽ സഭാചരിത്രത്തിലെ 266 മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്യൂണസ് ഐറിസിൻ്റെ ആർച്ച് ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ ഒരു വാടക അപ്പാർട്ട്മെൻറ്റിൽ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വത്തിക്കാനിലെ അപ്പോസ്തോലിക കൊട്ടാരമാണ് മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതി. എന്നാൽ അവിടെ നിന്നും മാറി സാന്ത മാർത്തായിലെ 2 മുറികൾ ചേർന്ന കെട്ടിടത്തിലാണ് പത്രോസിൻ്റെ പിൻഗാമി ഇന്ന് ജീവിക്കുന്നത്. എളിമ, ലാളിത്യം എന്നീ വാക്കുകൾ പഴക്കം ചെന്നവ അല്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിത മാതൃകയിലൂടെ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ജോൺ പോൾ രണ്ടാമനെ പോലെ യാത്രകൾക്കും സാധാരണക്കാരായ ജനങ്ങളുമായി അടുത്തിടപഴകാനും താൽപ്പര്യപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ 4-ാം സ്ഥാനത്താണ്. നിലവിൽ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം റോമിലെ ജെമ്മല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് പാപ്പ ആരോഗ്യം വീണ്ടെടുക്കുവാനും സഭയെ ധീരതയോടെ മുന്നോട്ട് നയിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം.